വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ നമുക്ക് നാളെ +2 ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരേക്കും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നാളത്തെ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാകുക. എക്സാക്ട്ലി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നല്ല, ബട്ട് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാകുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. കൂൾ ഓഫ് ടൈമിൽ വേണം നമ്മൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരാകുന്നത് ഒരു പോയമാണ്. പോയം തന്നിട്ട് അതിൽ കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൻ്റെ മീനിങ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഏതൊക്കെ പോയം വരാം? എല്ലാ പോയം വരുമോ? എല്ലാ പോയം വരില്ല. അപ്പോൾ ഏതൊക്കെ പോയം വരാകുന്ന ഒരു പോയം എന്ന് പറയുന്നത് എനി വുമൺ ആണ്. ആ എനി വുമണിൽ വരാകുന്ന ലൈൻസ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സ്റ്റാൻസ ഉണ്ടല്ലോ, ലാസ്റ്റ് സ്റ്റാൻസ, അത് നിങ്ങൾ നോക്കിയിട്ട് പോകണം. അതിലെ ലൈനിൻ്റെ മീനിങ് ചോദിക്കും. പിന്നെ ഇത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് മെൻറ്റിംഗ് വാളിൽ നിന്നാണ്. മെൻറ്റിംഗ് വാൾ വേണമെങ്കിൽ ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം, പക്ഷേ നമ്മൾ മറ്റേതും കൂടി പഠിച്ചിരിക്കണം. പിന്നെ ചോദിക്കാവുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയം വരുന്നത് റൈസാണ്. അപ്പോൾ റൈസിലെ ഏറ്റവും അവസാനത്തെ സ്റ്റാൻസ്, അവിടെയും അത് ലാസ്റ്റ് സ്റ്റാൻസയാണ്, അത് തന്നിട്ട് അതിലൊരു ക്വസ്റ്റ്യൻ വേണം ചോദിക്കാം. പിന്നെ മെൻറ്റിംഗ് വാളിലെ ഈ ഒരു ഭാഗവും അതേപോലെ തന്നെ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറഞ്ഞ് ലൈൻ വരുന്ന ആ ഒരു സ്റ്റാൻസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു 4 സ്റ്റാൻസയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കാരണം അതാണ് കൂടുതൽ അർത്ഥം വരുന്നത്. അപ്പോൾ അതിൽ പോയ ഏതാന്ന് ചോദിക്കും, പോയറ്റ് ഏതാന്ന് ചോദിക്കും. അപ്പോൾ 4 പോയല്ലേ ഉള്ളൂ. 4 പോയത്തിൻ്റെ പേരും അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. ഫിഗർ ഓഫ് സ്പീച്ച് ചോദിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിഗർ ഓഫ് സ്പീച്ചുകൾ പഠിച്ചു വയ്ക്കണം. ഒന്നും അറിയില്ലാത്തവർ എന്ത് ചെയ്യുന്ന അറിയോ? ഫിഗർ ഓഫ് സ്പീച്ച് ചോദിച്ചാൽ മെറ്റഫർ എന്ന് എഴുതാം. ഒന്നും അറിയാൻ പാടില്ലാത്തവരാണ്. അപ്പോൾ ഒരു സംഭവം തന്നു, നിങ്ങൾക്ക് അത് ഏതാ ഫിഗർ ഓഫ് സ്പീച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുക? മെറ്റഫർ എന്ന് എഴുതി വെച്ചേക്കാം. പിന്നെ മൂന്നാമത് അവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യം, അതിൽ ഒരു ലൈൻ തന്നിട്ട് അതിൽ മീനിങ് എന്താണ്? എനി വുമണിലെ ആണെന്നുണ്ടെങ്കിൽ ജീസസ് ക്രൈസ്റ്റിനോടുള്ള പ്രെയറാണ് ലാസ്റ്റ് പറയുന്നത്. അതുപോലെ തന്നെ വിൻഡ് ആൻഡ് സ്നോയിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതെന്താണ്? ആ ഒരു മീനിങ് ചോദിച്ചേക്കാം. ഓക്കെ, മെൻറ്റിംഗ് വാളിൽ ഇത്. പിന്നെ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്, എന്തുകൊണ്ടാണ് ഇത് ഉദ്ദേശിച്ചത്? അങ്ങനെ വേണം ചോദിച്ചേക്കാം. പിന്നെ നമ്മുടെ റൈസ് എന്ന് പറയുന്ന പോയത്തിൽ ആണെന്നുണ്ടെങ്കിൽ ക്യാൻ വി ഗെറ്റ് സം ഹസ് ഫ്രം സെൻറ്റർ ടു ഐ ഡോണ്ട് നോ എന്ന് പറയുന്ന ആ ഒരു ലാസ്റ്റ് ലൈനുള്ള അത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഒന്നും പഠിക്കാത്തവരാണ് അതെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് വരാകുന്നത് ഒരു പാസേജ് തന്നിട്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള ടെക്സ്റ്റിൽ ഒരു പാസേജ് തന്നിട്ട് ഇവിടുത്തെ സ്പീക്കർ ആരാണ്, ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. അതിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് തന്നെയാണ് കേട്ടോ. വെൻ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡിലെ ഒരു പാരഗ്രാഫ് തന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിച്ചേക്കാം. പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസ് ആണ്. ഡ്രഗ് അബ്യൂസിലെ കുറച്ച് ലൈൻസ് തന്നിട്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ എനി വുമൺ എന്ന് പറയുന്ന പോയത്തിലെ ഒരു പാരഗ്രാഫ് തന്നിട്ടോ, അല്ലെങ്കിൽ അമീഗോ ബ്രദേഴ്സ്, ഇത്രയാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത് കേട്ടോ. അമീഗോ ബ്രദേഴ്സിലെ കുറച്ച് ഭാഗം തന്നിട്ട് ഇവിടെ ആരാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ഗ്രാമറാണ്. അപ്പോൾ ഗ്രാമർ സാധാരണ വരാറുള്ള ഒരു 5 ടൈപ്സ് ഓഫ് ഗ്രാമർ ഞാൻ ഇതിന് മുന്നേ +1 കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. +2 ഒന്നും പഠിക്കാത്തവർ അത് നോക്കാം. മെയിനായിട്ട് നമുക്ക് വരാവുന്ന ഗ്രാമേഴ്സ് എന്ന് പറയുന്നത്, ഗ്രാമർ നമുക്ക് മാക്സിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 അല്ലെങ്കിൽ 12 മാർക്കിനാണ് ഗ്രാമർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഗ്രാമർ വരാകുന്നത് നിങ്ങൾ നോക്കിയിട്ട് പോകുന്നത് എഡിറ്റ് ദ പാസേജ് ഉണ്ടാകും. അതൊരു 4 മാർക്കിൻ്റെ ഗ്രാമർ ആയിരിക്കും. അതാണ് ഇവിടെ പിന്നെ ചോദിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ അത് കൂടുതൽ ചോദിച്ചാൽ അതിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പഠിക്കാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ചോദിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്, അതൊരു 2 മാർക്കിൻ്റെ ഒരു സെൻറ്റൻസ് ആയിട്ട് ചോദിക്കും. പിന്നെ നമുക്ക് ചോദിക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ഒരു 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ തന്നെ ഇവിടെ ഒരു 8 മാർക്കായി. പിന്നെ നമുക്ക് ചോദിക്കാവുന്നത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് ഒരു 2 മാർക്കിന് ചോദിക്കും. പിന്നെ നമുക്കിതിൽ ചോദിക്കാവുന്നത് എന്തെങ്കിലും ഈസ് ദാറ്റ് അല്ലെങ്കിൽ കൊഹസീവ് ഡിവൈസസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, കോഹസീവ് ഡിവൈസസ് 2 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഇൻ ടോട്ടൽ 10-12 മാർക്കിൻ്റെ ഗ്രാമർ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. അതല്ലാതെ അനാവശ്യമായിട്ട് ഒന്നും പഠിക്കണ്ട കേട്ടോ. ഈ കംപ്ലീറ്റ് സെൻറ്റൻസ് ഒക്കെ ഉദ്ദേശിക്കുന്നതുണ്ടല്ലോ, നമ്മൾ ഓർക്കും വെറുതെ ഒരു സെൻറ്റൻസ് എഴുതാനാണ്, പക്ഷെ അങ്ങനെയല്ല. അതെന്താണ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. ഇതൊക്കെ ഇർഫൻ ആലം ഡിസൈൻ സമ്മാൻ റിക്ഷോ, ഇത് പിന്നെ സമാൻ റിക്ഷോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സബ്ജക്റ്റ് ഒബ്ജക്റ്റായി, ഒബ്ജക്റ്റ് സബ്ജക്റ്റായി, അതാണ് ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. അപ്പോൾ അത് ആ ഒരു വീഡിയോയിലുണ്ട്, അത് നോക്കിയാൽ മതി കേട്ടോ.
പിന്നെ നമുക്ക് ചോദിക്കാവുന്നത് 2 മാർക്കിൻ്റെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഉള്ളിൽ ഗ്രാമർ വരും. ഇവിടെ ഇഡിയംസ് ചോദിച്ചിട്ടുണ്ട്. ഇഡിയംസ് ഒന്ന് നോക്കി പൊക്കോളാം. അതും ഒരു 2 മാർക്കിന് ചോദിക്കാവുന്നതാണ് ഇഡിയംസ്. അതായത് ആസ് ക്വയറ്റ് ആസ് എ മൗസ് എന്ന് വെച്ചാൽ എന്താണ്? പതിയെ പതിയെ. പ്രോസ് ആൻഡ് കോൺസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഗുഡ് മെറിറ്റ്സും ഡീമെറിറ്റ്സും. അനീഗിൾസ് എന്ന് വെച്ചാൽ കൂർമത എന്നുള്ള രീതിയിൽ. നട്ട്ഷെൽ എന്ന് വെച്ചാൽ ഇൻ ഷോർട്ട്. അപ്പോൾ ഈ അർത്ഥം വരുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ ആയിട്ട് ഇഡിയംസ് ചോദിച്ചേക്കാം. അത് നോക്കി വെച്ചേക്കാം. 2 മാർക്കിന് റിപ്പോർട്ടഡ് സ്പീച്ച് വരാം. അത് ഏത് വേണമെങ്കിലും ചോദിക്കും. ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ ഷീ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഷീ വരുന്നിടത്തൊക്കെ ഹെറാക്കുക, ഹീ വരുന്നിടത്തൊക്കെ ഹിസ്സാക്കുക, വി എന്നുള്ളിടത്തിൽ ദെന്നാക്കുക. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. ഒന്നും എഴുതാൻ അറിയാൻ പാടില്ലാത്തവർ കേട്ടോ. എന്നിട്ട് ആ സെൻറ്റൻസൊക്കെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ നമുക്ക് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇവിടെയാണ് നമുക്ക് മാർക്ക് പോകുന്നത്. 4 മാർക്കിന് ചോദിക്കാവുന്നത് ഇതേപോലെ ഒരു പോയത്തിൽ കുറച്ചധികം ലൈൻ തന്നിട്ട് അതിൻ്റെ മീനിങ് ആയിട്ട് ചോദിക്കും. പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഇപ്പോൾ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. പിന്നെ അതേപോലെ തന്നെ ആഫ്രിക്കൻ അഡേജ് ഉണ്ടല്ലോ, ഇഫ് യു ട്രെയിൻ എ ബോയ് യു ട്രെയിൻ എ മാൻ. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എഴുതിയിടാം. അത് നിങ്ങൾ ആൻസർ കാണാതെ പഠിച്ചു പോകുക. അതായത് ഹൗ ക്യാൻ വി റിലേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ടു ഹൊറഗല്ലു. ഗ്രാൻഡ് ഫാദറിനെയും രത്നയും ഹൊറഗല്ലു ആയിട്ട് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിലോ 5 മാർക്കിലോ ആ ഭാഗത്ത് വരും. പിന്നെ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഗുഡ് നൈബേഴ്സ് കമൻറ്റ് ഓൺ ദിസ്. അത് ചോദിക്കാം. പിന്നെ മണി പ്ലേ അല്ലെങ്കിൽ മണി ചേഞ്ചസ് എ മാൻ. അങ്ങനെ ഹോണസ്റ്റിയുമായി ബന്ധപ്പെട്ട് ചേഞ്ച് എ മാൻ അങ്ങനെയായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാം. പിന്നെ ഈ ഭാഗത്ത് ചോദിക്കാവുന്ന അനൗൺസ്മെൻ്റ് ആണ്. 1 നൈറ്റ് പ്ലേയുടെ ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ സ്കൂളിൽ നടക്കാൻ പോകുകയാണ്, അതിൻ്റെ പറ്റിയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ചോദിച്ചേക്കാം. പിന്നെ അമിഗോ ബ്രദേഴ്സ് ലാസ്റ്റ് ആ ഒരു സമ്മാനം സ്വീകരിക്കാതെ പോയി, അത് ശരിയാണോ നിങ്ങളുടെ ആൻസർ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് ചോദിക്കാറ് കേട്ടോ. പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് 4 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നല്ല സിമ്പിളായിട്ടുള്ള ഒരു 5 എണ്ണം പഠിച്ചുകൊണ്ട് പൊക്കോളാം. ആരുടെ വന്നാലും നമുക്ക് എഴുതാൻ പാകത്തിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പിന്നെ ഗ്രാമർ കറക്റ്റാക്കി വേർബ് കറക്റ്റ് ആക്കാനുള്ളതാണ്. ഡ്രഗ് റിലേറ്റഡ് ഹെൽത്ത് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് പാരഗ്രാഫ് വന്നേക്കാം. അത് ചോദിച്ചിട്ട് പോകുക. ഷോർട്ട് സ്പീച്ച്, അതായത് ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന് വെച്ചാൽ ഫുൾ സ്പീച്ച് അല്ല, അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അല്ലെങ്കിൽ 1 നൈറ്റ് പ്ലേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അനൗൺസ്മെൻ്റ് ഒക്കെ ഏകദേശം 6 റേഞ്ച് വരുന്നതാണ്. അത് പഠിച്ചിട്ട് പോകണം. പിന്നെ 6 മാർക്കിലേക്ക് വരുന്നതും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ. അതായത് വുമൻ എംപവർമെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അതെങ്ങനെ ചോദിച്ചാൽ ആ വുമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കായിട്ട് എഴുതിയാൽ മതിയല്ലോ. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കും. അമിഗോ ബ്രദേഴ്സിൻ്റെ ഫൈറ്റായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൂടി ചോദിക്കാൻ ചാൻസ് ഉള്ളത് റോബർട്ട് ബാൽവിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. അതായത് ജോൺ ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാം. പിന്നെ വരുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. നാളത്തെ എക്സാമിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെറുതെ പറയുന്നതല്ല. എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ് വന്നിട്ട് പറയാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നോ എന്നുള്ളത് പറയട്ടോ. പിന്നെ നമ്മളോട് പിന്നെ ചോദിക്കാവുന്ന ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് ഇവിടെ ഒരു കുഞ്ഞ് എസ്സേ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഓണസ്റ്റി സത്യസന്ധതയെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു എസ്സേ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചോദിക്കാവുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആണ്. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ക്രോപ്സ് ഒക്കെ വേണ്ടാന്ന് വയ്ക്കുന്നു, പകരം ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതിനെ പറ്റിയിട്ടുള്ള ഇത് ചോദിച്ചേക്കാം. പിന്നെ ഡ്രഗ് അബ്യൂസ് നമ്മൾ പറഞ്ഞു. പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും ഈ ഭാഗത്ത് നിന്ന് എന്ത് ചോദിക്കും? എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് ഒരു എസ്സേ ചോദിക്കും. ചോദ്യം പല രീതിയിലായിരിക്കും എന്നുള്ളൂ, അതിൻ്റെയൊക്കെ കണ്ടന്റ് ഇതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ചോദിക്കുന്നത് കമ്പാരിസൺ ആയിരിക്കും. ഇപ്പോൾ കുറേ കാലമായിട്ട് കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. അപ്രീസിയേഷൻ്റെ അതേ ഫോർമാറ്റ് തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പോയം ഉണ്ടാവും, പഠിക്കാത്തൊരു പോയം ഉണ്ടാവും. അപ്പോൾ പഠിച്ചിട്ടുള്ള പോയതിനെ പറ്റിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കമ്പാരിസൺ എഴുതാൻ പറ്റുമല്ലോ. പിന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ അപ്രീസിയേഷൻ്റെ അതേ ഫോർമാറ്റിലേക്ക് അതങ്ങോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മതി. അപ്രീസിയേഷൻ എങ്ങനെ എഴുതണം എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇംഗ്ലീഷ് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ അപ്രീസിയേഷൻ നിങ്ങൾക്ക് ചെയ്താൽ മാർക്ക് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് പഠിച്ചിട്ട് പോകുക. ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് CV.
അതിലാകെ 2 പോസ്റ്റിലേക്ക് കൂടുതൽ ചോദിക്കാറ്, ഒന്നെങ്കിൽ ഒരു ടീച്ചർ പോസ്റ്റിലേക്ക്, ഒന്നെങ്കിൽ ഒരു മാനേജർ പോസ്റ്റിലേക്ക്. അപ്പോൾ ഈ രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് പോയാലേ 8 മാർക്ക് സിമ്പിളായിട്ട് ആ ഫോർമാറ്റ് കീപ്പ് ചെയ്താൽ ഇവിടെ സ്കോർ ചെയ്യാലോ. പിന്നെ ഇവിടെ ഒരു 8 മാർക്ക് ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു ജനറൽ എസ്സേ ആയിരിക്കും ചോദിക്കാം. അത് മെയിനായിട്ട് 3 ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കുക. ഒന്ന് വിമൻ എംപവർമെൻറ്റ്, രണ്ടാമത് ചോദിക്കാവുന്നത് ഡ്രഗ് അബ്യൂസ്, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമത് ചോദിക്കാവുന്നത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, നാലാമത് ചോദിക്കാവുന്നത് ഓണസ്റ്റി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വാല്യൂസ് പ്രിൻസിപ്പിൾസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് പഠിച്ചാലും മതി. സമയമുണ്ട്, ഇംഗ്ലീഷ് അല്ലേ, കുറച്ച് സമയം മതിയല്ലോ. ഇപ്പോൾ ഇരുന്ന് പഠിക്കുകയാണെങ്കിലുണ്ടല്ലോ മക്കളെ, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. ദെൻ ഇംഗ്ലീഷിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ നോട്ട്സ്, അത്യാവശ്യം വേണ്ട നോട്ട്സൊക്കെ അവിടെയും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കാം. താങ്ക്